കാട്ടിനുള്ളിലൂടെ ഒരു യാത്ര, എന്നാൽ ഒരു നോർമൽ ടൂറിസ്റ്റ് പ്ലേസും അല്ല. ആനകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുട്ടികളുമായിട്ട് ഇവിടെ വരുന്നത് സേഫ് ആണോ? വരേണ്ട ബെസ്റ്റ് ടൈം ഏതാണ്? വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വീഡിയോയിലുണ്ട്, കണ്ടാലോ? തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ ഇവിടെ എത്താനായിട്ട്. കോട്ടൂർ കാപ്പുക്കാട് റോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു ബോർഡ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇന്ത്യയിലെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന വഴിയിലൊക്കെ കണ്ടില്ലേ, റബ്ബർ മരങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡും നല്ല ഭംഗിയുള്ള വഴിയാണേ. നമ്മൾ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുവാണ്. ഇനി നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ആണേ. അവിടെ KSRTCയുടെ കുറച്ച് ബസ്സൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്, ഉല്ലാസ് യാത്ര എന്ന് പറഞ്ഞിട്ട്. ഈ കാണുന്ന എൻട്രൻസ് പ്ലാസ എന്ന് പറയുന്ന ബിൽഡിങ്ങിനകത്താണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. എൻട്രൻസ് ചാർജ് എത്രയാണ്, ബോട്ടിങ്ങിന്റെ ചാർജ് എത്രയാണ്, ട്രെക്കിങ്ങിനും കോട്ടേജിനും ഒക്കെ ഉള്ള ചാർജും പിന്നെ അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടേ. എൻട്രൻസ് ടിക്കറ്റിനോടൊപ്പം കാർ പാർക്കിങ്ങിന്റെ പൈസ ഇവിടെയാണ് നമുക്ക് അടയ്ക്കേണ്ടി വന്നത്. ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് എടുക്കേണ്ടത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണേ. എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണേണ്ടതെന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരും. ഇവിടുന്ന് പിന്നെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പോയിക്കോളാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. വലിയ ക്രൗഡൊന്നും നമുക്ക് കാണാനായിട്ടില്ല, നല്ല പ്ലസന്റ് ആയിട്ടുള്ള മോർണിംഗ് ആണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഒരു 9 മണി ടൈമിലാണ്. ഈ ഒരു 8:30-9 മണി ടൈമിൽ വന്നാൽ മാത്രമേ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് ആനകളെ കുളിപ്പിക്കുന്നതും മറ്റേത് ആനകളെ ഫീഡ് ചെയ്യുന്നതും. ഒരു 8:30-9 മണിക്കകത്ത് ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുവരും. 9 to 10 ഇടയിൽ അവർക്കുള്ള ഫുഡും കൊടുക്കും. അപ്പോൾ ഈ 2 കാഴ്ചകൾ മിസ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ വരണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു അവസരം ഉണ്ടായിരിക്കത്തില്ല. ഓൾറെഡി അവിടെ ആനകളെയൊക്കെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം കാഴ്ചക്കാരും എത്തിയിട്ടുണ്ട്. ഇത് നെയ്യാർ ഡാമിന്റെ തേക്കലാണ് കേട്ടോ. അറ്റ് എ ടൈം നമുക്കിപ്പോൾ 3 ആനകളെ അവിടെ കുളിപ്പിക്കുന്നുണ്ട്. ഓരോ ആനയുടെ അടുത്തും 2 ആളുകൾ വെച്ചാണ് ഹെൽപ്പിനൊക്കെ ആയിട്ട് നിൽക്കുന്നത്. കണ്ടോ, നല്ല രാജകീയമായിട്ടുള്ള കുളിയാണ് കേട്ടോ. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത സ്ക്രബ്ബറൊക്കെ വെച്ചിട്ടാണ് കുളിക്കുന്നത്. ആനകളാണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് അവർ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് കിടന്നു കൊടുക്കുന്നത് കേട്ടോ കുളിക്കാനൊക്കെ ആയിട്ട്. ഇനി നമ്മൾ തൊട്ടപ്പുറത്ത് 2ാമത്തെ ആന കുളിക്കുന്ന കാണാൻ പോവാണേ. ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. 2ാമത്തെ ആനയുടെ ഒരു കിടപ്പ് നോക്കിക്ക്, വളരെ റിലാക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ ഫുൾ തണുപ്പൊക്കെ കൊണ്ട് അങ്ങനെ കിടക്കുവാണ്. ഇതാണ് 3ാമത്തെ ആന. ഓരോ ആനയുടെ അടുത്തും നല്ല രീതിയിൽ കാഴ്ച കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തുന്നില്ല, അത് ശ്വാസം എടുക്കാനായിട്ടാണേ. അങ്ങനെ 2ാമത്തെ ആനയും കുളിച്ചു തുടങ്ങിയിട്ടുണ്ടേ. നമ്മൾ മിനിമം ഇത്രയും ഡിസ്റ്റൻസ് എങ്കിലും ഇട്ട് വേണം ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പ്രത്യേകിച്ച് ആനകളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തീരെ അതിൻ്റെ അടുത്തേക്ക് പോയി അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യവും ചെയ്യരുത്. ഇത് കണ്ടോ, അവരുടെ നിർദ്ദേശപ്രകാരം വളരെ ക്ലിയർ ആയിട്ട് ആന അങ്ങോട്ട് ചെരിഞ്ഞു കിടക്കുന്നു, അങ്ങോട്ട് നീങ്ങി കിടക്കാൻ പറയുമ്പോൾ അങ്ങനെ കിടക്കുന്നു, അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആന ഒബൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ആനയുടെ പേര് അമ്മു എന്നാണ്. ഇവിടെ കുളിപ്പിക്കാൻ ഇറക്കിയിരിക്കുന്ന 3 ആനകളും പിടിയാനകളാണ്, അതായത് ഫീമെയിൽ എലഫൻസ് ആണ്. കൊമ്പൻ ആനകളെ സെപ്പറേറ്റ് ആയിട്ടാണ് കുളിപ്പിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിട്ടേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ്. എന്താണ് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ? ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ആനകൾ പല സാഹചര്യത്തിൽ നിന്നും വരുന്നവരാണേ. കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടിയാനകൾ, കാട്ടിൽ നിന്ന് ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്ന കാട്ടാനകൾ, രോഗബാധിതരായിട്ടുള്ള ആനകൾ, മനുഷ്യന്റെ തന്നെ ക്രൂരതയ്ക്കിരയാകേണ്ടി വന്ന നാട്ടാനകൾ തുടങ്ങിയവയെ സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഒരു മികച്ച പുനരധിവാസ കേന്ദ്രമാണിത്. ഈ ആനേനെ ഈ കാണുന്ന മരത്തടിയിൽ ഒന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ ചങ്ങലമുണ്ട്. പൊതുവെ അങ്ങനെ ചെയ്യാറുള്ളതല്ല, പക്ഷെ കുറേ നാൾ മുന്നേ ഇവളെ ഇതുപോലെ കുളിപ്പിക്കാനായിട്ട് ഇറക്കിയപ്പോഴത്തേക്ക് നീന്തി അങ്ങ് ദൂരെ പോയി. അവസാനം രാത്രി ഇവർ സ്പീഡ് ബോട്ടൊക്കെ എടുത്ത് പോയി കഷ്ടപ്പെട്ടാണ് തിരിച്ച് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുളിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിയിടാറുണ്ട്. ബോട്ടിങ് ഇവിടെ അവൈലബിൾ ആണ്, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേച്ചൊരച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തി. ഇനി നീ തനിയെ കുളിച്ചോടാന്നുള്ള ഒരു വാക്ക് കേൾക്കേണ്ട താമസം. ആനയുടെ ഒരു ഹാപ്പിനെസ് നോക്കിക്കേ.
ഇവിടുത്തെ ആനകളുടെ ദിനചര്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ഒരു ബാത്തിങ് ടൈം എന്ന് പറയുന്നത്. വെറും ഒരു ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, ആനകളുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആശ്വാസത്തിനുമായിട്ടുള്ള ഒരു ചികിത്സ തന്നെയാണിത്. മനുഷ്യന്റെ ഒരു കെയറിങ്ങും വെള്ളത്തിന്റെ തണുപ്പും പ്രകൃതിയുടെ ശാന്തതയും എല്ലാം ചേർന്ന് ആനകളുടെ ആ ഒരു സന്തോഷം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പരിപാലനങ്ങളൊക്കെയും അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ആനകൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിക്കവറി ഉണ്ടാവും. ഒപ്പം കാടിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കാഴ്ചകൾ മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാനായിട്ട് പറ്റും. അങ്ങനെ തൃപ്തിയായിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ആനകളെ ഇനി തിരിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരുക്കങ്ങളാണ്. ചങ്ങലയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. പൊതുവെ ഇവിടെ ചങ്ങല ഇടാറില്ല കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ ഒരു സേഫ്റ്റി ഇഷ്യൂ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ചങ്ങല ഇട്ടിട്ട് കുളിപ്പിക്കുന്നത്. കണ്ടോ, വളരെ അനുസരണമുള്ള ഒരു കുട്ടീനെ പോലെയാണ് ഇപ്പോൾ അമ്മുക്കുട്ടി അവരുടെ കെയർ ടേക്കേഴ്സ് പറയുന്നതൊക്കെ അനുസരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മാറി നിൽക്കാം, കാരണം നമ്മുടെ സേഫ്റ്റിയും അവരുടെ കംഫർട്ടബിളും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇവരെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് മുകളിലേക്ക് കൊണ്ടുവന്ന ടൈമാണ്. ആ സമയം കൊണ്ട് ഞങ്ങളൊന്ന് ബോട്ടിങ്ങിന് പോകാനായിട്ടുള്ള പ്ലാനിലാണ്. ആഹാ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ആ കമഴ്ത്തി വെച്ചിരിക്കുന്ന എല്ലാം കുട്ടവഞ്ചികളാണേ. ചങ്ങാടവും പെഡൽ ബോട്ടും ഇതുപോലെ കുട്ടവഞ്ചിയും ഒക്കെ നമുക്കിവിടെ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ ഇന്ന് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടവഞ്ചിയാണ്. അതിനുള്ള ചാർജ് എന്ന് പറയുന്നത് 400 രൂപയായിരുന്നു. നമ്മുടെ കുട്ടവഞ്ചി തുഴയാനായിട്ട് ഇവിടത്തെ തന്നെ ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ വരും. പെഡൽ ബോട്ടിങ്ങിന് പോയവരെ തിരിച്ചു വിളിച്ചതാണേ. നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് കുട്ടവഞ്ചിയിലേക്ക് കയറാൻ പോവാണ്. പെഡൽ ബോട്ടിംഗ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ അത് പെഡൽ ചെയ്ത് പോവേണ്ടി വരും. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് സ്റ്റാഫ് ഉണ്ടാവും. സ്റ്റാഫിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ എൻഷുർ ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത്. ഇവര് നിർമ്മിച്ച ഒരു തടയണയാണ്. അതുവഴി ആ കാണുന്ന ദ്വീപിലേക്കാണ് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെയാണ് ചേട്ടാ നമുക്ക് പറഞ്ഞു തന്നത്. ഈ ഐലൻഡിൽ എന്തെങ്കിലും ഉണ്ടോ? മൃഗങ്ങളുണ്ട്, നീന്തിട്ടൊക്കെ കാട്ടുപോത്തുമ്ലാവ് അങ്ങനെയുള്ളതൊക്കെ. ഈ വഴി ഉണ്ടാക്കിയ നിങ്ങൾക്ക് പോകാൻ വേണ്ടി മോട്ടർ വെച്ച് യാണിക്കുള്ള വെള്ളമെടുക്കാൻ വേണ്ടി ഇവിടെ നല്ല ആഴമുണ്ട് ആ സൈഡ്. അപ്പോൾ അതിന് വേണ്ടി ആ കെട്ടിടം പണിതപ്പോൾ അവിടെ കെട്ടിടമുണ്ടോ? മോട്ടറിൽ മാത്രം, വേറെ ഒന്നുമില്ല. ബാക്കി ഫുള്ള് കാണാം. ഫുള്ള് കണക്റ്റിംഗ് ആണ് കാട്. കേരളം, തമിഴ്നാട്, കർണാടകമായിട്ട് കയറി പോയത്. കാടിന്റെ ആ ഒരു ഒച്ചയും ആ വെള്ളത്തിന്റെ സൗണ്ടൊക്കെ ആയിട്ട് അങ്ങനെ പോവാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇപ്പൊ എത്ര ആനയുണ്ട് ഇവിടെ? ഇവിടെ മൊത്തം 15 ആനുണ്ട്. 15 അതിൽ 12 കാണാൻ പറ്റുള്ളൂ. ബാക്കി ഒരു 2-3 ഇതുണ്ട്, ഇൻഫെക്ഷൻ ആയിട്ട് മാറ്റി ചേർത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് മതപ്പാട് മാത്രം കാണിക്കില്ല, ബാക്കി മതപ്പാടുള്ള മൂത്തം കാണാൻ പറ്റും. 2-3-4 കണക്കിൽ ഇതുണ്ട്, മതപ്പാടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് എല്ലാ ആനകളെയും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അതിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് അവർ നമ്മളെ കാണാനായിട്ട് അലോ ചെയ്യത്തുള്ളൂ. ഇത് ട്രാപ്പൊക്കെ ആയി കിടക്കുകയാണെന്നൊക്കെ ആരെങ്കിലും പറയോ? അത് മറ്റേ ഇങ്ങനെ അറിയാൻ പറ്റുമല്ലേ, ആ ദിവസങ്ങളൊക്കെ അറിയിച്ചു. അങ്ങനെ സുഖമായി കഴിയുമ്പോൾ തിരിച്ച് കാട്ടി തന്നെ ഇല്ല വിടില്ല. മനുഷ്യനായിട്ടുള്ള സമ്പർക്കം, പിന്നെ അവരെ ദേഹത്തെ മനുഷ്യനെ സ്മെല്ല് ഇതൊക്കെ ആകുമ്പോഴേ കാട്ടനെ ആക്രമിക്കും. അപ്പോഴേ അവര് അവിടെ നിന്ന് ഇനി ഇവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ നോക്കും. ചെറിയ ഇടച്ചിൽ ചെയ്ത് വിട്ടിട്ട് കൂടെ കൂട്ടുമെങ്കിൽ അങ്ങ് വിട്ടിട്ടേ വരുള്ളൂ. അല്ലാതെ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിന് വേറെ ടീമുണ്ടോ ഇത് കൊണ്ടുവരാൻ വേണ്ടി? RRT റെസ്ക്യൂ ടീം അല്ലേ? കണ്ടോ, കുഞ്ഞുങ്ങളും ഈ യാത്ര നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടവഞ്ചി ഇപ്പൊ ആ കാടിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കുന്നതാണ് പതിയെ. ഇവിടെ ഇനി കുറച്ചു നേരം നിർത്തിയിടും. ആ സമയത്ത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണുകയും ചെയ്യാം. അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യും. കൂടുമ്പോൾ വെള്ളം ഇറങ്ങി താഴെ വരും.
വെള്ളം അത്ര കാണുമല്ലോ. അപ്പോഴും ഇറങ്ങി നോക്കിയപ്പോൾ കാണാൻ പറ്റും. കാട്ടുപോത്ത്, മ്ലാവ്, പന്നി ഒക്കെ അതൊട്ടൊക്കെ ഉണ്ട്. ഇവിടെ നീന്തിയിട്ടേ കയറിയുള്ളൂ. പിന്നെ തിരിച്ചതെല്ലാം ഇറങ്ങിപ്പോവുകയും ചെയ്യും. പിന്നെ അത് നടന്നു വരും നമ്മുടെ ആ ഇത്തിരി വഴി കൂടെയൊക്കെ. ഇവിടെയൊക്കെ ബാക്കിയെല്ലാം മൃഗങ്ങളുണ്ട്. കടുവയുണ്ട് നമ്മളെ ആ മറ്റേ വനത്തില്. പിന്നെ നമ്മളെ കേരളം കറങ്ങി കിടക്കല്ലേ, കർണാടക, തമിഴ്നാട്. കർണാടക ഉണ്ടല്ലേ ബോർഡർ? ഇത് ഈ അവിടെ ഒരു മലയാണ്, അത് കാണുന്നത് തമിഴ്നാട്. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പുറം കർണാടക കിടക്കുകയാണ്. അതാ നമ്മളെ പോലെ മറ്റൊരു ടീം കുട്ടവഞ്ചിയിൽ വരുന്നുണ്ടേ. ഈ കേശുക്കുട്ടന്റെ ഒരു കാര്യം, നിങ്ങളും ഈ എലഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു കുട്ടവഞ്ചിയിലുള്ള സവാരി മിസ് ചെയ്യാനേ പാടില്ല കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം രാവിലെ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രാവിലെ ഈ എലിഫന്റിനെ കുളിപ്പിക്കുന്നതും അവരെ ഫീഡ് ചെയ്യുന്നതും ഇതുപോലെ വെയിലില്ലാതെ തന്നെ ഈ ഒരു കുട്ടവഞ്ചി സവാരിയൊക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റും. ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടായത്. കാടിന്റെ ആ ഒരു സൈഡിൽ നിന്ന് ഒരു പക്ഷി വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടേ. ബോട്ടിങ്ങിന്റെ ടൈം അവസാനിക്കുന്നത് വൈകിട്ട് 5 മണിക്കാണേ. ഇതിൽ എത്ര പേരെ കൊണ്ടുപോകും മാക്സിമം? 4 പേര് ഇതിലെ കുഞ്ഞു. ഇവിടെ ഉള്ള ഏറ്റവും പ്രായം കൂടി ഞാൻ എത്ര ഉണ്ട്? 86 വയസ്സുള്ള സോമൻ. നമ്മളെ നേരെ പോയിട്ട് ആ ലെഫ്റ്റ് മുകളിൽ പോകുന്നുണ്ട്. അതിന് മതപ്പടാണ്. പ്രായം കൂടി 86 വയസ്സും പ്രായം കുറഞ്ഞ 5 വയസ്സ്. രണ്ട്. ട്രക്കിങ് പോകാനൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇനി പറയുന്ന ഡീറ്റെയിൽസ് ശ്രദ്ധിച്ച് കേട്ടോളൂ. അതുകൊണ്ട് ട്രക്കിംഗ് ഉണ്ട് വന്ന്. പിന്നെ ഒരു 3 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. 1.5 മണിക്കൂർ അങ്ങോട്ട് മലക്കകത്താണ്. വണ്ട ട്രക്കിംഗ് അത് ഒരു ഫുൾ എടുത്ത് പോയിട്ട് വരാം. എത്ര കിലോമീറ്റർ ഉണ്ട്? 8 കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ. ഫുൾ കാട്ടിനകത്ത് തന്നെ ഇതിനകത്താണ് മലക്കകത്ത്. അതിലൊന്ന് ഈ ഡാം ഫുള്ള് കാണാം. റിസർവർ കാണാം. പിന്നെ നമ്മൾ പേപ്പർ ഡാമില്ലേ മുകളിലെത്തുമ്പോൾ ടോപ്പിൽ നാസർ ഡാം ഫുള്ള് കാണാൻ പറ്റും. ഫുള്ളല്ല അതിൻ്റെ. എത്രയാണ് ചാർജ് ചെയ്യുന്നത്? അതിന് 5 പേർക്ക് ഒരു ടീമായിട്ടാണ് പോകാനുള്ളത്. 2500 5 പേരെങ്കിലും വേണമല്ലേ? 5 പേരില്ലെങ്കിലും നമ്മൾ 2500 അടയ്ക്കേണ്ടി വരും. ഇതിൻ്റെ കൂടെ ഗൈഡൊക്കെ വരും. അതിനുള്ള ഫീസൊക്കെയാണ്. ഫുഡ് നമ്മൾ കൊണ്ടുപോകണം. അവരെ കൂടെ പറഞ്ഞ ഗൈഡിനുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോകണം. ഇത് വേണം, ഹെൽത്ത് വേണം. അല്ലെങ്കിൽ നടക്കാനൊക്കെ ഉള്ള മലയൊക്കെ ഓടാനുള്ള ഇതൊക്കെ വേണം. എന്തെങ്കിലും വന്ന മൃഗങ്ങളൊക്കെ വരുമല്ലേ? മൃഗങ്ങളുണ്ട്. അത് അവിടെ പോയി പുലിയും കടയൊക്കെ എന്തെങ്കിലും കാണുന്നല്ല ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം ഇതായിട്ട് പോകാൻ പറ്റുള്ളൂ. എന്താണ് സൗകര്യം ബുക്ക് ചെയ്താൽ അവിടെ എന്നും ഉണ്ടല്ലേ? എല്ലാ ദിവസവും. ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഇതിന് അത് ടാക്സി റൂം ആണെങ്കിൽ ഒരു വർക്കിംഗ് ഡേയിൽ 1900. ഫുഡ് പറഞ്ഞാൽ ഇവിടെ കാറ്ററിംഗ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം. ചെറിയ കട ഇവിടെ കഴിക്കാൻ പറ്റും. ഇവിടെ അടുക്കള ഉണ്ടോ? അടുക്കള പോലെ ചെറുതായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറുത് കഴിക്കാം. മറ്റു റൂമിലൊക്കെ അല്ലാതെ പറഞ്ഞ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാറ്ററിംഗിൽ പറഞ്ഞാൽ അവർ ചെയ്ത് വെച്ചിട്ട് പോകും ഫുഡ് രാത്രി. ഇത് ഓൺലൈനാണോ ബുക്ക് ചെയ്യണം? അല്ല, ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് നമ്പറിൽ ബുക്ക് ചെയ്തത്. അല്ല, ചിലത് സമയം പോലെ, ചിലത് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് പിറ്റേ ഉച്ചയാകുമ്പോൾ പോകും. 24 hours ആണ്. 24 hours. ഇത് AC റൂമാണ്. ഒരു ഒറ്റ റൂമാണ് ഇതിൽ? ഇതിൽ 3 റൂമുണ്ട്. ഇതിൽ മാക്സിമം എത്ര പേർക്ക് വരെ? 3 ഫാമിലി കിടക്കാം. 3 ഫാമിലി. അല്ല, ബാച്ചിലേഴ്സ് ആണെങ്കിൽ അവരേക്കും കൊടുക്കും, കുഴപ്പമില്ല. അങ്ങനെ ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഒക്കെ സംസാരിച്ച് നമ്മുടെ അരമണിക്കൂറുള്ള ബോട്ടിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ല അനുഭവമായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ആനകളെ നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണേ. ഇവിടെ വരുമ്പോൾ കുറച്ചധികം നടക്കാനായിട്ട് തയ്യാറായിട്ട് വേണം നമ്മൾ വരാനേ. പക്ഷേ വെയിലൊന്നും നമുക്ക് അധികം അടിക്കത്തില്ല. ഇത്രയും മരങ്ങൾ ഇങ്ങനെ ഡെൻസ് ആയിട്ട് നിൽക്കുന്നോണ്ടേ. നോക്കിക്കേ, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ തിരക്കൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നമ്മുടെ നാട്ടിലെ ഇത്തരം യുണീക്ക് ആയിട്ടുള്ള സ്പോട്ടുകൾ അന്വേഷിച്ച ആളുകൾ കൂടുതൽ ഇനിയും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4.5 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള ആനക്കുട്ടികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവരുടെ ഫീഡിങ് ടൈമാണ്. അതുകൊണ്ട് തന്നെ അവരെ കെട്ടിയിട്ടില്ല. സോ നമ്മളടുത്ത് കുറച്ച് ദൂരെ നിന്ന് മാത്രം കാണാനാണ് അനുവാദം തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് പാലിച്ചിട്ടുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ഇരുമ്പ് കമ്പികൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടുത്തെ വേലികളൊക്കെ തീർത്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് അവിടെ 2 ആനകളെ കൂടെ കാണാൻ പറ്റി. അതും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണേ.
നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് റാണ എന്ന പേരുള്ള ഒരു കൊമ്പൻ ആനക്കുട്ടിയാണ്. 13 വയസ്സാണ് ആൾക്കുള്ളത്. ഭയങ്കരമായ കുളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആക്ച്വലി അതിന് കുറച്ച് മതപ്പാടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ഇങ്ങോട്ട് നീങ്ങി നിന്ന് മാത്രമേ അവനെയും കാണാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് 11 വയസ്സുള്ള റാണ എന്ന് പറയുന്ന ആനക്കുട്ടനെയാണ്. അവൻ വളരെ കളിച്ച് രസിച്ചാണ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുന്നത്. അടുത്തത് ഒരാളും കൂടെ ഉണ്ട് ഇവിടെ, നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്നാണ് നമുക്ക് അവനെ കാണാൻ പറ്റുന്നത്. ചെറിയൊരു മതപ്പാടം ഉള്ളത് കൊണ്ടാണ് അവനെ മാറ്റി കുറച്ച് നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഫുഡൊക്കെ കഴിച്ച് നല്ല മിടുക്കനായിട്ടാണ് ആൾ നിൽക്കുന്നത്. സോ നമുക്ക് ഇത്ര ആനകളെയൊക്കെയാണ് കാണാനായിട്ട് പറ്റിയത്. നിങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്, രാവിലെ വന്ന് അതിൻ്റെ കുളിപ്പിക്കുന്നതും നമ്മുടെ ഈ ബോട്ടിങ്ങും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇവിടെ വരുന്നതിന് ഒരു വർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് ഇവിടുത്തെ എക്കോ ഷോപ്പാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് പോയി നോക്കാം. കയറി വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് മുള കൊണ്ടുണ്ടാക്കിയ പുട്ടുകുറ്റിയാണ്. അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ദം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇതേ ഉള്ളത് ചിരട്ട കൊണ്ടുള്ള തവിയാണ്. എല്ലാ സൈസിലും ഉണ്ട്. വളരെ ചെറുത് മുതൽ വലുത് വരെയുള്ള ചിരട്ട തവികൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പല ട്രൈബൽ സെറ്റിൽമെന്റ്സിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വനശ്രീ എന്ന് പറയുന്ന ബ്രാൻഡിൽ പുറത്ത് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ആണ്. വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആണ്. ഇവിടുത്തെ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്നത് മാത്രമല്ല, ഇവിടെ ഇല്ലാത്തത് മറ്റു ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും കൊണ്ടുവരാറുണ്ട്. ഒരുപാട് വെറൈറ്റി പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഹിബിസ്കസ് പൗഡറാണ്, ചെമ്പരത്തി പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. പിന്നെ റെഡ് സാൻഡലിൻ്റെ പൗഡറുണ്ട്. റെഡ് സാൻഡൽ അല്ലാണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ വൈൽഡ് ടെർമറിക് പൗഡർ, പിന്നെ പല തരത്തിലുള്ള ടീ നമുക്ക് അവൈലബിൾ ആണ്. വാനില ടീ, മിൻറ്റ് ടീ, ലെമൺ ടീ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. പുൽത്തൈലമുണ്ട്, ദന്തപാല എണ്ണയുണ്ട്, ആരോറൂട്ട് പൗഡറുണ്ട്, കുടംപുളിയുണ്ട്. വിവിധ തരം മരങ്ങളിൽ നിന്നുണ്ടാക്കിയ മാലയും ബ്രേസ്ലെറ്റും വരെ അവിടെ അവൈലബിൾ ആണ്. നിങ്ങളും വരുമ്പോൾ ഉറപ്പായിട്ടും എക്കോ ഷോപ്പും കൂടെ വിസിറ്റ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഞങ്ങളും കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ബില്ല് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു നമുക്കിന്ന്. കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിന് അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്ന ഒരു വിശ്വാസത്തിൽ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ടീം ട്രാവലിംഗ് ട്രയോ.